ജില്ലാ ഭരണകൂടത്തിന് വീഴ്ച സംഭവിച്ചുവെന്ന് കാർവാർ MLA തന്നെ അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം തന്നെ അത് സമ്മതിക്കുന്നുണ്ട്. കാരണം ഇക്കാര്യത്തിൽ കുറെ കൂടി ജാഗ്രത ഉണ്ടാവേണ്ടതായിരുന്നു. അത് കലക്ടറുടെ പരിചയക്കുറവാണ്. 2 ആഴ്ച മാത്രമേ ആയുള്ളൂ കലക്ടർ ഇവിടെ ഈ ചുമതല ഏറ്റെടുത്തിട്ട്. അതിന്റെ പരിചയക്കുറവ് ഈ രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചു എന്ന തരത്തിലാണ് MLA അടക്കമുള്ള ആളുകൾ പറയുന്നത്. പക്ഷെ നമുക്കറിയാം, ഇന്നലെ മുതൽ തന്നെ കാർവാർ MLA സ്ഥലത്തുണ്ട്. അദ്ദേഹം സ്ഥലത്ത് നിന്നുകൊണ്ട് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. വലിയ രാഷ്ട്രീയ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായി. അതും നമുക്ക് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. കാരണം കേരളത്തിന്റെ ഭാഗത്തുനിന്ന് വലിയ സമ്മർദ്ദം ഈ വിഷയത്തിൽ കർണാടകത്തിന്മേൽ ഉണ്ടായിരുന്നു. മാത്രമല്ല കോൺഗ്രസ് നേതൃത്വം, പ്രത്യേകിച്ച് ദേശീയ നേതൃത്വം ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്തി. KC വേണുഗോപാൽ കർണാടക മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളെ പലതവണ നേരിട്ട് വിളിച്ച് ഇക്കാര്യത്തിൽ അടിയന്തരമായ നീക്കമുണ്ടാവണം, അടിയന്തരമായ ഇടപെടൽ ഉണ്ടാവണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതേ തുടർന്നാണ് ഇതിന് ഇപ്പോൾ ഈ വേഗം കൈവന്നിരിക്കുന്നത് എന്ന് വേണം പറയാൻ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വലിയ തോതിൽ അലസതയോടുകൂടി ഈ രക്ഷാപ്രവർത്തനത്തിൽ ഇറങ്ങിയ ഉദ്യോഗസ്ഥർ പക്ഷേ ഇന്ന് നേരം വെളുക്കുമ്പോഴേക്കും വലിയ തോതിൽ ആക്റ്റീവാകുന്നു. അവർ കുറെ കൂടി സജീവമാകുന്നു. ജില്ലാ പോലീസ് മേധാവിയാണെന്ന് തോന്നുന്നു, അദ്ദേഹം ഇവിടേക്ക് എത്തുന്നുണ്ട്. ജില്ലാ പോലീസ് മേധാവി ഈ സ്ഥലം സന്ദർശിക്കാത്തത് ഇത്രയും നേരമായിട്ടും ഇന്ന് അദ്ദേഹം ഈ ഭാഗത്തേക്ക് വന്നിരുന്നില്ല. അതേ തുടർന്ന് വലിയ എതിർപ്പ്, അല്ലെങ്കിൽ അതിന്റെ അക്കാര്യത്തിലുള്ള അതിലുള്ള എതിർപ്പ് ആളുകൾ നേരത്തെ തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും സർക്കാർ ജീവനക്കാരും ഒക്കെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. റവന്യൂ വകുപ്പിന്റെ ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ ഈ സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നുണ്ട്. സൈന്യം എപ്പോൾ എത്തും സുനിൽ? ഞാൻ മുമ്പ് പറഞ്ഞു വന്ന കാര്യങ്ങളിലേക്ക് തന്നെ പോകാം. കാരണം അമൃത, ഒരിക്കൽ കൂടി സൈന്യം എപ്പോഴായിരിക്കും എത്തുക സുനിൽ? ഇനിയിപ്പോൾ സൈന്യത്തിനായുള്ള കാത്തിരിപ്പാണല്ലോ, അവർ നേതൃത്വം നൽകും ഇനി തെരച്ചിലിനെന്നാണല്ലോ പറയുന്നത്. 10:00ക്കും 11:00നും ഇടയ്ക്ക് സൈന്യം ഈ സ്ഥലത്തെത്തുമെന്നാണ് നേരത്തെ കാർവാർ MLA മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത്. എന്തായാലും 10:30 ആവാൻ ഇനിയും സമയമുണ്ട്. സ്വാഭാവികമായും ആ സമയത്തേക്ക് എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. കാരണം അവരവിടെ നിന്ന് പുറപ്പെട്ടു എന്നുള്ള വിവരം കൂടി നമുക്ക് ഇവിടെ നിന്ന് പങ്കുവയ്ക്കാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 10:00 അല്ലെങ്കിൽ 10:30ക്കും 11 മണിക്കും ഇടയ്ക്ക് 60 അംഗ സംഘം ഇവിടേക്ക് എത്തിച്ചേരും എന്ന് അറിയിച്ചിരിക്കുന്നത്. അവർക്ക് വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും സൌകര്യങ്ങളും ഇവിടെ ഏർപ്പെടുത്തുന്നുമുണ്ട്. അത്തരത്തിലാണ്. മാത്രമല്ല ഈ സൈന്യത്തിന്റേതായ സ്വന്തം കുറെ സംവിധാനങ്ങളുണ്ട്. അതുകൂടി അവരെത്തിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള നടപടികൾ വേഗത്തിലായി ഇപ്പോഴേക്കാവുന്നു. മാത്രമല്ല ഈ മുഖ്യമന്ത്രി ഇവിടേക്ക് എത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാവാം വലിയ സുരക്ഷാ സംവിധാനങ്ങൾ കൂടി ഇവിടെ ഏർപ്പെടുത്തുന്നുണ്ട്. റവന്യൂ വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ, ഒപ്പം പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അമൃത, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു MP ആണോ, ക്ഷമിക്കണം, SP ആണോ സ്ഥലത്തേക്ക് എത്തിയതെന്ന് സംശയമുണ്ട്. SP അല്ല, സ്ഥലം DYSP ആണ്. അദ്ദേഹമാണ് സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നത്. SP ഇപ്പോഴും ഇവിടേക്ക് എത്തിയിട്ടില്ല. പക്ഷേ റവന്യൂ വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. മാത്രമല്ല ഈ കേരളത്തിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ഇവിടേക്ക് അല്പസമയം മുമ്പ് എത്തിച്ചേർന്നിരുന്നു. കാസർഗോഡ് DYSP അടക്കമുള്ള ആളുകൾ ഇന്നലെ മുതൽ തന്നെ ഇവിടെയുണ്ട്. അവരെ പക്ഷേ ഇതിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നതിൽ ചില വിലക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അതിന് പക്ഷേ ഭരണതലത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായതിനു ശേഷമാണ് കാസർഗോഡ് DYSP പോലും ഇവിടേക്ക് കടത്തിവിട്ടത് എന്നതുകൂടി ഇതിനൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ MLA അടക്കമുള്ള ആളുകൾ സജീവമായി ഈ വിഷയത്തിൽ ഇടപെട്ടു. അതിനുശേഷമാണ് ഇപ്പോൾ എന്തായാലും ഒരു വേഗത കൈവരിച്ചിരിക്കുന്നു. അത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു വേഗത രക്ഷാപ്രവർത്തനങ്ങൾക്ക് കൈവന്നിട്ടുണ്ട്. നമുക്ക് ഒരു സ്പോട്ടിലേക്ക് ദൌത്യ സംഘത്തിന് എത്തിച്ചേരാൻ വേണ്ടി കഴിയും അല്പസമയത്തിനുള്ളിൽ എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട്. അതായത് ഒരു പോയിന്റ് മാത്രം, ഒരു ലൊക്കേഷൻ മാത്രം കൃത്യമായി നോട്ട് ചെയ്തുകൊണ്ടുള്ള മണ്ണ് നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ആ മണ്ണിനടിയിൽ ഈ ലോറിയുണ്ട്, ജീവനുണ്ട് എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഉദ്യോഗസ്ഥരെല്ലാവരും ഉള്ളത്. അവരത്തരത്തിലുള്ള പരിശോധനയാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, അതിനൊപ്പം മഴ അല്പം മാറിയിട്ടുണ്ട്. വീണ്ടും അല്പസമയം മുമ്പ് അതിശക്തമായ മഴ പെയ്തിരുന്നു. ആ മഴ അല്പം ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. അത് അനുകൂലമാകുമെന്ന് പ്രതീക്ഷിക്കാം. ഒരു തെളിഞ്ഞ കാലാവസ്ഥയാണ് പൊതുവെ ഈ പ്രദേശത്ത് ഇപ്പോൾ വീണ്ടും ഒരു തെളിഞ്ഞ കാലാവസ്ഥ രൂപപ്പെട്ട് വരുന്നുണ്ട്. എന്തായാലും അതൊക്കെ അനുകൂലമാകും. അതിനൊപ്പം തന്നെ സൈന്യം കൂടി എത്തുന്നതോടുകൂടി ഗുണകരമാകും കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ശുഭകരമാകും കാര്യങ്ങൾ എന്നൊരു പ്രതീക്ഷയാണ് പൊതുവെ എല്ലാവരും പങ്കുവെക്കുന്നത്. എന്തായാലും
എന്തായാലും ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ ഇവിടെ എത്തുന്നു. ഈ മാധ്യമങ്ങൾ പ്രവർത്തകരോട് ഇവിടെ നിന്ന് മാറാൻ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ നേരത്തെ കാവൂർ എം എൽ എ അടക്കമുള്ള ആളുകൾ ഇടപെട്ടിട്ടാണ് മാധ്യമപ്രവർത്തകരെ ഇതിനുള്ളിലേക്ക് കടത്തിവിട്ടത്. നമുക്കറിയാം കഴിഞ്ഞ ഇത്രയും ദിവസങ്ങളായി ദുരന്ത ഭൂമിയിലേക്ക് മാധ്യമങ്ങളെ കടത്തിവിട്ടിരുന്നില്ല. അതിനുശേഷം ഇന്നലെ കാർവാർ എം എൽ എയുടെ ഇടപെടൽ ഉണ്ടായതിനു ശേഷമാണ് ഈ പ്രദേശത്ത് വരാനും ദൃശ്യങ്ങൾ പകർത്താനും പോലും പോലീസ് സമ്മതിച്ചത്. ഇന്ന് പക്ഷേ രാവിലെ വീണ്ടും എം എൽ എയുടെ ഇടപെടൽ ഉണ്ടായതിനെ തുടർന്നാണ് മാധ്യമങ്ങൾക്ക് ഇവിടെ കടക്കാനായത്. പക്ഷെ ഇപ്പോ ഇവരിവിടുന്ന് മാറണമെന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് വരുന്നത് അതിന്റെ ഭാഗമായിട്ട് വേണം ഇത്തരത്തിലുള്ള ഒരു നീക്കം എന്ന് വേണം നമുക്ക് കരുതാൻ. അവർ എന്തായാലും വരുന്ന 1-2 മണിക്കൂറുകൾ എന്ന് പറയുന്നത് ഈ രക്ഷാദൌത്യത്തെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ മണിക്കൂറുകളാണ്. അത് സ്വാഭാവികമായും അർജുനിലേക്ക് എത്താൻ, ആ മനുഷ്യജീവനിലേക്ക് എത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും നിർണായകമായ ഒരു മണിക്കൂർ, ഏറ്റവും നിർണായകമായ ഒരു സമയം എന്ന് നമുക്കതിനെ വിശേഷിപ്പിക്കേണ്ടി വരും. അത്തരത്തിൽ ഉള്ള അത്തരമുള്ള നടപടികളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി 2:30 എത്തുക. അതിനു മുമ്പ് തന്നെ ഈ ലോറിയും അർജുനെയും കണ്ടെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.